അജ്ഞാനസർപ്പദഷ്ടസ്യ ബ്രഹ്മജ്ഞാനൗഷധം വിനാ കിമു വേദൈശ്ച ശാസ്ത്രൈശ്ച കിമു മന്ത്രൈഃ കിമൗഷധൈഃ അജ്ഞാനസർപ്പദഷ്ടസ്യ ബ്രഹ്മജ്ഞാനൗഷധം വിനാ കിമു വേദൈശ്ച ശാസ്ത്രൈശ്ച കിമു മന്ത്രൈഃ കിമൗഷധൈഃ. അജ്ഞാനസർപ്പദഷ്ടസ്യ, അജ്ഞാനമാകുന്ന പാമ്പിന്റെ കടിയേറ്റ് വിഷബാധ ഏറ്റവന് ബ്രഹ്മജ്ഞാന ഔഷധം വിന, ബ്രഹ്മജ്ഞാനമാകുന്ന ഔഷധം കൊണ്ടല്ലാതെ വേദൈശ്ച, വേദങ്ങളെ കൊണ്ടോ, ശാസ്ത്രൈശ്ച, ശാസ്ത്രങ്ങളെ കൊണ്ടോ, മന്ത്രൈശ്ച, മന്ത്രങ്ങളെ കൊണ്ടോ, അല്ലെങ്കിൽ ഔഷധൈഹി, മറ്റുള്ള മരുന്നുകളെ കൊണ്ടോ കിം പ്രയോജനം, എന്ത് പ്രയോജനമുള്ളത്? എന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഉദാഹരണം? ഓരോ ശ്ലോകത്തിലും സാധാരണ ലൗകികമായി നമുക്ക് മനസ്സിലായിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടാണ് ഈ മഹത്തായ ആശയത്തെ ആചാര്യസ്വാമികൾ ശിഷ്യബുദ്ധിയിൽ അർപ്പിക്കുന്നത്. ഒരാളെ പാമ്പ് കടിച്ചു, സർപ്പദഷ്ടസ്യ, ഒരാൾ പാമ്പ് കടിച്ച് വിഷം ബാധിച്ചു. എന്താ ചെയ്യുക? ഉടനെ വിഷഹാരി എടുത്ത് കൊണ്ടുപോകണം. പുള്ളി ഓൾറെഡി വിഷം കയറിയണെങ്കിൽ ആ വിഷം ഇറക്കാനുള്ള മരുന്ന് കൊടുക്കണം, അല്ലേ? അവിടെ വേറെ എന്തോ ഉണ്ടെങ്കിലും ഈ വിഷബാധയിൽ നിന്ന് അയാളെ മോചിപ്പിക്കാനാകുമോ? ഇല്ല. വിഷബാധയേറ്റ ആൾക്ക് വിഷം ഇറക്കാനുള്ള മരുന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും, അവിടെ മന്ത്രം ജപിച്ചത് കൊണ്ടോ, നൂല് വെച്ച് കെട്ടിക്കൊണ്ടോ, അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾ ഉരുവിട്ടത് കൊണ്ടോ, ശാസ്ത്രങ്ങൾ കൽപ്പിച്ചത് കൊണ്ടോ അയാളുടെ വിഷം ഇറങ്ങിപ്പോവോ? ഇല്ല. അതിനുള്ള ആന്റിഡോട്ട് എന്താണ്? മരുന്ന്, ഔഷധം, ശരിയായ ഔഷധം, അല്ലേ? ഇതുപോലെ ഇപ്പൊ ഓൾറെഡി എന്താ സംഭവിച്ചിരിക്കണം? നമ്മളൊക്കെ സംസാരത്തിൽപ്പെട്ട് ഉഴലാൻ എന്താ കാരണം? നമ്മളെ ഓരോരുത്തരും ഒരു പാമ്പ് കടിച്ചു. അത്രേ. എന്ത് പാമ്പ കടിച്ചത്? അജ്ഞാനമാകുന്ന പാമ്പിന്റെ കടിയേറ്റവരാ നമ്മൾ ഓരോരുത്തരുന്ന്. കാരണം എന്താ? അജ്ഞാനം ബാധിച്ചിട്ടാണ് നാം ഓരോരുത്തരും ജനിച്ചുവെന്നും മരിക്കുമെന്നും സംസാരിയാണെന്നും ദുഃഖിയാണെന്നും ഒക്കെ നമ്മളിന്ന് കണക്കാക്കാൻ കാരണം നമ്മുടെ യഥാർത്ഥ സ്വരൂപം വിസ്മരിച്ചതാണ്. അതാണ് അജ്ഞാനം. യഥാർത്ഥ സ്വരൂപം എന്താ? ബ്രഹ്മസ്വരൂപമാണ്, സച്ചിദാനന്ദമാണ്. അപ്പൊ ആ സ്വസ്വരൂപ വിസ്മൃതിയാകുന്ന അജ്ഞാനം കൊണ്ട് നമുക്കിപ്പോ ബന്ധനം വന്നു, സംസാര ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അതിന് ഉദാഹരിച്ചിരിക്കുകയാണ്. പാമ്പ് കടിച്ചവന് വേറൊന്നുകൊണ്ടും അവനെ ആ പാമ്പ് കടിയിൽ നിന്ന് മോചിപ്പിക്കാനാവില്ല. അയാൾക്ക് ശരിയായ ഔഷധ സേവയാണ് വേണ്ടത്, ഔഷധം കൊടുക്കുകയാണ് വേണ്ടത്. ഇതുമാതിരി അജ്ഞാനമാവുന്ന സർപ്പം ദംശിച്ച അതുകൊണ്ട്, കടിച്ചത് കൊണ്ട് ഉണ്ടായ സംസാര ഭയത്തിനും ദുഃഖത്തിൽ നിന്നും നമുക്ക് മോചനം നേടാൻ വേണ്ടതെന്താ? അതിനുള്ള ഔഷധം ബ്രഹ്മജ്ഞാനം എന്ന ഔഷധമാണ്. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ആ അറിവാകുന്ന ഔഷധം സേവിച്ചാൽ മാത്രമേ ഈ അജ്ഞാനമാകുന്ന പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ടായ ആ വിഷബാധ പോലെയുള്ള സംസാരബാധയിൽ നിന്ന്, സംസാര ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒരു ജീവന് മോചനമുള്ളൂ. അവിടെ വേദം പഠിച്ചത് കൊണ്ടോ, ശാസ്ത്രം പഠിച്ചത് കൊണ്ടോ, മന്ത്രം ജപിച്ചത് കൊണ്ടോ കാര്യമില്ല. പിന്നെന്താ? മോഹം തീരണം, തെറ്റിദ്ധാരണ നീങ്ങാണ് വേണ്ടത്. തന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ, താൻ ദേഹാണ് എന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങി ഞാൻ ആത്മാവാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അതിനെന്ത് ചെയ്യണം? ആത്മജ്ഞാനം വേണം. അപ്പോ സർപ്പത്തെ പോലെയോ സർപ്പത്തിന്റെ പാമ്പിനേക്കാൾ അധികം അനർത്ഥകാരിയാണ് അജ്ഞാന വിഷം, അജ്ഞാനമാവുന്ന പാമ്പിന്റെ കടിയേറ്റുണ്ടായ വിഷം. അജ്ഞാനത്താൽ മോഹിതനായ ആള് വേദങ്ങൾ 4 പഠിച്ചു, വേദങ്ങളൊക്കെ ബൈഹാർട്ടാകും. അല്ലെങ്കിൽ ശ്ലോകങ്ങള്, ഭാഗവതം, ഗീത, ഉപനിഷത്ത്, ഇതൊക്കെ ബൈഹാർട്ട് ചൊല്ലി ഇതൊക്കെ ഉരുവിട്ടത് കൊണ്ട് അയാളുടെ അജ്ഞാനം നീങ്ങോ? ഇതൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ ഞാൻ ദേഹം തന്നെ വിചാരിച്ച ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ചിന്തിച്ചു നോക്കൂ. കുറെ മന്ത്രങ്ങൾ ജപിച്ചു, കുറെ പൂജകൾ ചെയ്തു, വ്യാകരണാദി ശാസ്ത്രങ്ങൾ ഉരുവിട്ടു, സർവ്വദേവതകളുടെയും മന്ത്രങ്ങൾ ജപിച്ചു, സർവ്വദേവതകളെയും പൂജ ചെയ്യണു. അതുപോലെ പുറത്തെ സഞ്ജീവനി മുതലായ മരുന്നുകൾ സേവിച്ചു. ഇതൊന്നും സേവിച്ചുകൊണ്ട് ഇയാളുടെ മനസ്സിൽ അയാളെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണ നീങ്ങുമോ എന്ന ചോദ്യം വളരെ
പവർഫുള്ളായ ചോദ്യമാണ്. മനസ്സിലായോ? പാമ്പ് കടിയേറ്റവന് പാമ്പ് വിഷത്തിന് മറുമരുന്ന് കൊടുക്കലാണ് അതിനുള്ള പ്രതിവിധി. അതുകൊണ്ട് വിഷം ഇറങ്ങിയിട്ട് ഇളക്ക് അതിന് മോചനമുള്ളൂ. ഇതുമാതിരി അജ്ഞാനമാവുന്ന പാമ്പ് കടിയേറ്റിട്ടുണ്ടായ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ഉള്ള ഔഷധം ഒറ്റമൂലി ബ്രഹ്മജ്ഞാനം ഒന്ന് മാത്രമാണ്. ആ അജ്ഞാനമാകുന്ന പാമ്പിന്റെ കടിയേറ്റ് സംസാര വിഷം ബാധിച്ച് ദുസ്സഹ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മളിന്ന് ഓരോരുത്തരും. അങ്ങനെയുള്ള ആളെ രക്ഷിക്കാൻ ആത്മജ്ഞാനത്തിനേ കഴിയുള്ളൂ. സർവചരാചരങ്ങളിലും ഉണ്മയായിരിക്കുന്ന സത്തയായി നിലകൊള്ളുന്ന പരമാത്മാവാണ് താൻ എന്ന അഖണ്ഡ ആ അനുഭൂതി എപ്പോ ഒരാൾക്കുണ്ടാവുമോ അപ്പൊ മാത്രമേ അയാൾക്ക് അതൊന്നും മോചനമുള്ളൂ. അതുകൊണ്ട് മറ്റൊന്നിലും സമയം കളയാതെ ഈ സിദ്ധൌഷധം സേവിക്കൂ. ബ്രഹ്മജ്ഞാനം എന്ന സിദ്ധൌഷധം തത്വജ്ഞന്മാരിൽ നിന്ന് നേടൂ. ഇതുകൊണ്ട് മാത്രമേ നിനക്ക് മോക്ഷമുള്ളൂ കുട്ടി എന്ന് ഓർമ്മിപ്പിക്കണമെന്ന്. എന്താണ് ബ്രഹ്മജ്ഞാനം? ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ഞാൻ ആ ബ്രഹ്മസ്വരൂപമാണ്, ഞാൻ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന സാക്ഷാത്കാരം. എല്ലാ പ്രോബ്ലം എന്തുകൊണ്ടാണ്? പ്രോബ്ലം അജ്ഞാനം കൊണ്ടാണ്. അപ്പൊ അതിന് സൊല്യൂഷൻ എന്താ? അജ്ഞാനത്തെ നീക്കാൻ ജ്ഞാനം കൊണ്ടേ സാധിക്കുള്ളൂ. ഞാൻ ബ്രഹ്മമല്ല, ഞാൻ ആത്മാവല്ല, ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചതാണ് അജ്ഞാനം. അത് പോണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിവുണ്ടാവണം. ആ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണം. അപ്പൊ വേദാന്ത പഠനം പോലും ഒരു ഉപായം മാത്രമാണ് ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടാവാൻ. ബ്രഹ്മജ്ഞാന അനുഭവമാണ് അതിനുള്ള മുഖ്യ ഉപായം എന്ന് ഓർമ്മിപ്പിക്കണു വീണ്ടും ഈ ശ്ലോകത്തിൽ. ഹരി ഓം.